ഓം നമ ശിവായ. ഓം നമ ശിവായ. ഞാൻ ഓംകാരേശ്വർ ജ്യോതിർലിംഗ ദർശനത്തിനായുള്ള യാത്രയിലാണ്. മധ്യപ്രദേശിലെ നർമ്മദാ നദീതീരത്തുള്ള ജ്യോതിർലിംഗം ഓംകാരേശ്വർ ജ്യോതിർലിംഗം. ഓംകാരേശ്വർ ജ്യോതിർലിംഗത്തിലേക്ക് വരുന്നതിനായി ഇൻഡോറിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഓംകാരേശ്വറിലേക്ക് എത്തിച്ചേരാൻ കഴിയും. ഓംകാരേശ്വർ ക്ഷേത്രവും അതുപോലെ തന്നെ അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളും വളരെ ഭക്തി നിറഞ്ഞ ഒരു സ്ഥലമാണ്. ഈ കാണുന്നത് ഓംകാരേശ്വറിലേക്ക് എത്തുമ്പോൾ നർമ്മദാ നദിയാണ്. നർമ്മദാ നദീതീരത്തെ ഭാരതത്തിൻ്റെ ഏകദേശം നടുക്കായുള്ള ഭഗവാന്റെ ജ്യോതിർലിംഗം, 12 ജ്യോതിർലിംഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജ്യോതിർലിംഗമാണ് ഓംകാരേശ്വർ ജ്യോതിർലിംഗം. ഇവിടെ ഓംകാരേശ്വർ ജ്യോതിർലിംഗത്തിലേക്ക് കടന്നു പോകാൻ ഇത്തരത്തിലൊരു പാലമുണ്ട്. നർമ്മദാ നദി കടന്നുള്ള ഒരു പാലമുണ്ട്. ഇവിടെ നർമ്മദയിലെ സ്നാനം കഴിഞ്ഞ് ബോട്ടിൽ വേണമെങ്കിൽ നമുക്ക് ഓംകാരേശ്വറിലേക്ക് പോവാൻ കഴിയും. ഒരുപാട് ബോട്ടുകൾ, ഭക്തരെയും കൊണ്ട് പോകുന്ന ബോട്ടുകൾ നമുക്കവിടെ കാണാൻ കഴിയും. ഇപ്പോൾ ആ കാണുന്നതാണ് ഓംകാരേശ്വർ. ഈ പാലത്തിലൂടെ നടന്ന് ഓംകാരേശ്വറിലേക്ക് എത്താം. അപ്പോൾ ഓംകാരേശ്വർ ക്ഷേത്രത്തിലേക്ക് തിരക്ക് നിയന്ത്രിക്കുന്നതിനായി നമ്മുടെ ശബരിമലയിലെല്ലാം ചെയ്തിട്ടുള്ളതുപോലെ പല റൂട്ടുകളുണ്ടാക്കിയാണ് മുകളിൽ ഓംകാരേശ്വർ ക്ഷേത്രത്തിൽ നമുക്ക് ആ ജ്യോതിർലിംഗം നമുക്ക് ദർശിക്കാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ യാത്രയിൽ ഏറെ അനുഭവങ്ങൾ നൽകുന്ന ഒരു യാത്രയാണത്. ഇത് മനുഷ്യൻ ഒരു പുഴ കടന്ന്, നർമ്മദ പോലെയുള്ള ഒരു നദി കടന്ന്, സ്നാനം ചെയ്ത് പുണ്യനദിയായ നർമ്മദയും കടന്ന് നമ്മൾ ഓംകാരേശ്വരം ക്ഷേത്രത്തിലെത്തുന്നു. ഓംകാരേശ്വർ ക്ഷേത്രത്തിലെ അവിടെ ജ്യോതിർലിംഗത്തെ ദർശിക്കുന്നു. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം, ശിവഭക്തനെ സംബന്ധിച്ചിടത്തോളം ഏറെ ആനന്ദപ്രദമായിട്ടുള്ള ഒരു കാര്യം. ഇപ്പോൾ നദി വളരെ മനോഹരമായ നദിയാണ്. നമുക്ക് അറിയാം, നർമ്മദാ നദി വലിയൊരു നദിയാണ്. ആ നദിയിലെ വെള്ളം എത്രയോ ശുദ്ധമായ വെള്ളമാണെന്ന് ഓർക്കണം. അപ്പോൾ ആ നദി കടന്ന് നമ്മൾ എത്തുമ്പോൾ പുരാതനമായ, ഇപ്പോൾ നമ്മുടെ ഉജ്ജയിനി പോലെ തന്നെ അതിപുരാതനമായ ഒരു ക്ഷേത്ര നഗരമായിരുന്നു ഇത്. അപ്പോൾ ഇതാണ് ഓംകാരേശ്വറിലേക്ക് കടന്നു പോകുന്ന ഒരു വഴിയാണ്. ഈ വഴിയിലൂടെ ഭക്തർ നടന്ന് കയറി ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക്, ഇതിൻ്റെ ഉയരത്തിൽ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാം, അങ്ങ് ദൂരെ താഴെയായിട്ട് നർമ്മദയുടെ ഭംഗി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ നല്ല തിരക്കാണ് ക്ഷേത്രത്തിൽ, ക്യൂ ആണ്. ആ ക്യൂവിലൂടെ നടന്ന് പുരാതനമായ ഈ ക്ഷേത്രത്തിൻ്റെ സൈഡിലൂടെ നടന്ന് തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ സജ്ജീകരണങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ഉജ്ജയിനിയിലുള്ള മഹാകാളീശ്വര ജ്യോതിർലിംഗത്തിലാണെങ്കിലും ഇതുപോലെ തിരക്കാണ്. മധ്യപ്രദേശിലെ 2 പ്രമുഖ ജ്യോതിർലിംഗങ്ങളാണ്, അല്ലെങ്കിൽ 2 ജ്യോതിർലിംഗങ്ങളാണ് മധ്യപ്രദേശിലുള്ളത്. ഓംകാരേശ്വരും അതുപോലെ തന്നെ മഹാകാളേശ്വരും. ഓംകാരേശ്വറിലേക്ക് പോകുന്നതിന് മുമ്പ് അതിന് തൊട്ടപ്പുറത്ത് മറ്റൊരു ക്ഷേത്രവും കൂടിയുണ്ട്. ആ ക്ഷേത്രം കടന്നതിന് ശേഷമാണ് നമ്മൾ ഓംകാരേശ്വറിലേക്ക് എത്തുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്നതാണത്, ആ നർമ്മദ നദീതീരം. ഭക്തിയുടെ പല ഭാഗത്ത്, ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള ഭക്തരായിട്ടുള്ള ആളുകളാണ് ഓംകാരേശ്വർ ദർശനത്തിനായി, ഭഗവത് ദർശനത്തിനായി 12 ജ്യോതിർലിംഗങ്ങൾ, ആ 12 ജ്യോതിർലിംഗങ്ങളും ദർശിക്കുക എന്നുള്ളത് ഒരു ശിവഭക്തനെ സംബന്ധിച്ചിടത്തോളം ഏറെ പുണ്യം നൽകുന്നതാണ്. ഇപ്പോൾ ഞാനിങ്ങനെ ആ ജ്യോതിർലിംഗത്തിൻ്റെ ഒരു ചിത്രം വീഡിയോയിൽ കാണിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത്, ഒരു സെക്കൻഡ് നേരത്തേക്കെങ്കിലും കാണിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഇത് കാണുന്ന ഭക്തർക്ക് എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ക്ഷേത്രത്തിലേക്ക് കയറുന്നതിൻ്റെ, അതായത് ജ്യോതിർലിംഗത്തിലേക്ക് അടുക്കുന്ന ആ ഭാഗത്തുള്ള ഒരു ഭാഗമാണിത്. നമ്മൾ ഏറെ നേരം, ഏകദേശം 2 മണിക്കൂറോളം ക്യൂ നിന്നിട്ടാണ് ഇവിടെ നമ്മൾ എത്തിച്ചേരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഭഗവാൻ പരമശിവൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അതോടൊപ്പം എൻ്റെ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം.
എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. ഭഗവാൻ പരമശിവൻ്റെ അനുഗ്രഹവും 12 ജ്യോതിർലിംഗങ്ങൾ കാണുക എന്നുള്ളത് ഒരു ഒരു പുണ്യമായിട്ട് കരുതുകയാണ്. അപ്പോൾ അതെല്ലാം കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറാനൊക്കെ ആയിട്ട് ഈ ഭഗവാന്റെ ഈ ദർശനം ഉപകരിക്കും. അതുകൊണ്ട് തന്നെ ജ്യോതിർലിംഗങ്ങൾ കാണുക എന്നുള്ളത് ഒരു അത്യന്താപേക്ഷിതമായൊരു കാര്യമാണ് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം. ഇന്ത്യയുടെ പല ഭാഗത്തായി ഭഗവാന്റെ 12 ജ്യോതിർലിംഗങ്ങളുണ്ട്. അതിൽ 2 ജ്യോതിർലിംഗങ്ങളാണ് ഇന്ത്യയുടെ മധ്യഭാഗത്തുള്ള മധ്യപ്രദേശിൽ സ്ഥിതി ചെയ്യുന്നത്. ആ മധ്യപ്രദേശിൽ ഇത് ജ്യോതിർലിംഗത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജ്യോതിർലിംഗത്തിൻ്റെ തൊട്ടടുത്ത് ഇപ്പോൾ നമുക്ക് ആ ജ്യോതിർലിംഗം കാണാൻ കഴിയും. ഒരു 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 സെക്കൻഡ് നമുക്ക് ജ്യോതിർലിംഗം കാണാനുള്ള ഒരു ഭാഗ്യമുണ്ടാവും ഈ വീഡിയോയിൽ. ഞാൻ പെട്ടെന്ന് ഇതാണ് ആ ജ്യോതിർലിംഗം. അത്രയേ നമുക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. എന്തായാലും ഓങ്കാരേശ്വർ ദർശന പുണ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ.